ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ഐറ്റമാണ് എന്താണെന്നല്ലേ, ബീഫ് റോസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ, വായോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോയോളം ബീഫാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1.5 കിലോയോളം ബീഫ്. അതിലേക്ക് ലിവറും എല്ലും ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ്. ഇതിലേക്ക് ചേർക്കാനുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില, 2 സവാള അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, 1 പിടി കൊച്ചുള്ളി. ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ച് നമ്മൾ അതിലേക്ക് കുക്കർ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൊച്ചുള്ളിയാണ് ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുക. സവോളയ്ക്ക് പകരം ഏറ്റവും കൂടുതൽ കൊച്ചുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. എത്രത്തോളം കൊച്ചുള്ളി ബീഫിൽ ഉപയോഗിക്കുന്ന അത്രയും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 2 തക്കാളി അരിഞ്ഞതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫിൽ തേങ്ങാക്കൊത്ത് കിടക്കുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിൽ ബീഫിലെ ആ ഒരു തേങ്ങാക്കൊത്തിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിൽ ചേർക്കാനുള്ള പൊടികളൊന്ന് എടുത്താലോ. അപ്പോൾ ഇതിലേക്ക് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൽ ചേർത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ അരപ്പിലേക്കിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് ബ്രൗൺ നിറം ആകും മുമ്പേ ഒരു 7 പച്ചമുളക് അതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഒരുപാടായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് അവസാനം ചേർക്കേണ്ടതാണ് കേട്ടോ ഇത്. ഈ സമയം നമ്മുടെ ബീഫിൻ്റെ പച്ചമണമൊക്കെ, പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ബീഫിലെ ഓരോ പീസിലും ആ മസാലകളെല്ലാം ചേർന്ന് പിടിച്ച രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഇതിലേക്ക് 1 തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല. ഓൾറെഡി ബീഫിൽ വെള്ളമുണ്ട്, പിന്നെ തക്കാളി ഇതിലത്തെ എല്ലാം വെള്ളത്തിൻ്റെ അംശമുണ്ട്. വെള്ളം ചേർക്കാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുക്കർ വെച്ച് അടച്ച് നമുക്ക് ഇതിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും അതാണ് അതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ വിസിലെല്ലാം പോയതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാവുള്ളൂ. അതിരുന്ന് ആവിയിലിരുന്ന് വേവണം എന്നാണ്. ഇങ്ങനെയാണ് ബീഫ് റോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഈ കുക്കറിലിരിക്കുന്ന നമ്മുടെ ബീഫ് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പച്ചമുളകും കറിവേപ്പിലയുടെയും മിശ്രിതം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിൽ ഗ്രേവി ഉണ്ടാവില്ല. ഗ്രേവി വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി വറ്റിച്ചെടുത്തൊന്ന് റോസ്റ്റ് പോലെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. കുറച്ചും കൂടി ഡീപ്പ് ഫ്രൈ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15-20 മിനിറ്റ് വെച്ചിരുന്നാൽ നല്ല രീതിയിൽ ഡീപ്പ് ഫ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞ ബീഫായിട്ട് കിട്ടും. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതെനിക്ക് ഗ്രേവി അത്രയും വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വറ്റിച്ചെടുത്ത് ഓൾറെഡി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. ഓക്കെ, അപ്പോൾ ബീഫ് റോസ്റ്റ് റെഡിയായി. ചൂടോടുള്ള ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്വല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ബീഫ് റോസ്റ്റും തേങ്ങാക്കൊത്തൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഡലിയുടെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ ഇഡലി ആൻഡ് ബീഫ് റോസ്റ്റാണ്. എല്ലാവരും അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. എൻ്റെ ബീഫ് റോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു.